എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ? ഇന്ന് നാളികേരപ്പാൽ വെച്ചിട്ട് ഒരു ഉഗ്രൻ റോയൽ ഡിഷാണ് നമ്മൾ ചെയ്യുന്നത്. നാളികേരം പാൽ തന്നെ ഉപയോഗിക്കണം കേട്ടോ. 10 മിനിറ്റ് കുതിർത്തിയ ജീര റൈസോ ബസുമതി റൈസോ എടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് ഉള്ളി മൂപ്പിക്കുക. നല്ലൊരു മണം വരുമ്പോഴേക്കും നമ്മൾ കുതിർത്തിയ അരി ചേർത്ത് വഴറ്റുക. അതിലേക്ക് ഉപ്പ് ചേർക്കുക. 1/4 മുറി തേങ്ങ പിഴിഞ്ഞ പാൽ നേർപ്പിച്ച് വേണം ഇതിലൊഴിക്കാൻ. അത് 1.5 ഗ്ലാസ് അരിയാണെങ്കിൽ അതിലേക്ക് ഒരു 3 ഗ്ലാസ് മതി. എങ്കിലും നെയ്യൊന്നും ചേർക്കാത്തതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ്സിൽ ഇച്ചിരി കുറവും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു 4 വിസിൽ മീഡിയത്തിൽ വെച്ച് വേവിക്കാം കേട്ടോ. പിന്നെ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് ചോറ് തായോ എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് എന്താണെന്നോ, നിവിൻ പോളിയുടെ ഒരു സിനിമയില്ലേ, അതിൽ എനിക്കറിഞ്ഞൂടാ സാറേ ചോറ് താന്നും പറഞ്ഞ് വന്ന് ഇരുന്നത്. അപ്പോഴാ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനുണ്ടല്ലോ, അതേപോലെ ഇവള് വന്നിട്ട് ചോറ് തായോ എന്ന് പറഞ്ഞു. വീട്ടിലൊന്നും പെട്ടെന്ന് ഉണ്ടായില്ല. അപ്പോൾ അവൾ നോർത്ത് ഇന്ത്യനാണ്. അപ്പം നമ്മുടെ നാളികേരത്തിൻ്റെ നാട്ടിലല്ലേ വന്നിരിക്കണേ. അപ്പോൾ ഞാൻ ഓർത്തു ഇങ്ങനെ ഒരു ഡിഷ് കൊടുത്താൽ അതൊരു നല്ല, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊട്ടറ്റോ. അപ്പോൾ ചീര ചേർത്താണ് ഞാൻ പൊട്ടറ്റോ ഫ്രൈ ചെയ്തത്. അപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർക്കാം, മഞ്ഞൾപ്പൊടി ചേർക്കാം. ലാസ്റ്റ് ഒന്ന് വെള്ളം തളിക്കാൻ പാടുള്ളൂ കേട്ടോ. ഒന്ന് ഫ്രൈ നമ്മൾ ഇളക്കി നോക്കണം. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂണ് മുളക് പൊടി. ഈ മുളക് പൊടിക്ക് പകരം നമുക്ക് പെപ്പർ പൗഡറും ചേർക്കാം കേട്ടോ. ഇതാ പൊട്ടറ്റോ ഫ്രൈ റെഡി. പിന്നെ ഒന്ന് ചെയ്തതെന്ന് വെച്ചാൽ ഡ്രൈഡ് കോക്കനട്ട് വെച്ചിട്ട് ഗാർലിക് ചേർത്തിട്ടൊരു പൗഡറാണ്. എൻ്റെ കയ്യിൽ ഡ്രൈഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ, കളറൊന്നും ചേഞ്ച് ചെയ്യണ്ട, പച്ച മണം ഉണ്ടാവണം ഈ വെളുത്തുള്ളിക്ക്, വെറുതെ ഒന്ന് വാട്ടാനേ പാടുള്ളൂ. പിന്നെ ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചില്ലി വേണ്ടെങ്കിൽ പെപ്പർ പൗഡറും ചേർക്കാം കേട്ടോ. എന്നിട്ട് ഉപ്പ് ചേർക്കുക, ചൂടാറുമ്പോൾ പൊടിച്ചെടുക്കുക. അതാ ഗാർലിക് കോക്കനട്ട് പൗഡർ റെഡി. പിന്നെ വേണ്ടത് ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സവാളയും ക്യാരറ്റും വെച്ചിട്ട് ഞാൻ സാലഡ് ഒത്തിരി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്യണം കേട്ടോ.